ഹായ് ഫ്രണ്ട്സ്, ബൂനി അനാലിസിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് എക്സലിൽ ഇൻഡെക്സ് ആൻഡ് മാച്ചിന്റെ ആപ്ലിക്കേഷൻ എന്താണ് ഒരു ഡാറ്റ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇവിടെ അതിനുവേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ആകെ തന്നത് പ്ലെയർ ഓഫ് ദ മാച്ച് സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് തന്നിട്ടുണ്ട്. കോള നെയിം ഐ ഡി. എനിക്ക് ഇതിൻ്റെ ഐ ഡിൻ്റെ വാല്യൂ, കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കണം. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഐ ഡി കണ്ടുപിടിക്കണം. പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇൻഡെക്സ് ആൻഡ് മാച്ച് വെച്ചിട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇൻഡെക്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇൻഡെക്സ് എന്ന ഫംഗ്ഷനിൽ എനിക്ക് ഐ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്കറിയാമല്ലോ. ഐ ഡി ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഐ ഡിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏത് ഐ ഡി എന്നൊന്നും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഐ ഡി ഒന്നും അറിയില്ല. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ആൾ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് മൊത്തം ഐ ഡികൾ സെലക്ട് മറ്റു ഐ ഡികളിൽ ഞാൻ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ എനിക്ക് ഇനി സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്ത് പ്ലെയർ ഓഫ് ദ മാച്ച് സച്ചിൻ ടെണ്ടുൽക്കറാണ് തന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ വെച്ചിട്ട് എനിക്കത് മാച്ച് ചെയ്യുന്ന ഐ ഡി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഫംഗ്ഷനാണ് ഇത് മാച്ച്. മാച്ച് കൊടുത്താൽ പ്ലെയർ ഓഫ് ആരാണ് മാച്ച് ചെയ്യിപ്പിക്കേണ്ടത്? സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു, കോമ. ദെൻ പ്ലെയർ ഓഫ് ദ മാച്ചാണ്, ആ കോളത്തിലാണ് ഈ സച്ചിൻ ടെണ്ടുൽക്കർ ഉള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഫുള്ളും സെലക്ട് ചെയ്തു, കൊണ്ട് ഷിഫ്റ്റ് ഡൗൺ അടിച്ചിട്ട് ഫുള്ള് ആ ഏരിയ, ആ ഫുള്ള് റോസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ എനിക്ക് അതിൽ നിന്ന് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ എക്സാക്ട് മാച്ച് തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 0 കൊടുക്കുന്നു. 0 നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ 0 യൂസ് ചെയ്യുന്നത് എക്സാക്ട് മാച്ചിനാണ്. 1 ആണ് പാർഷ്യൽ മാച്ചാണ്. എന്നിട്ട് ഞാൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, വിൻ. അപ്പോൾ ആ മാച്ചിൻ്റെ ഇത് മൊത്തം അവിടെ കഴിഞ്ഞു, ഇക്വേഷൻ. ദെൻ ഇനി എനിക്ക് വേണ്ടി ഇൻഡെക്സിൽ നിന്ന് എനിക്ക് കറസ്പോണ്ടിങ് ഈ മാച്ചിൽ വാല്യൂ ചെയ്യുന്ന സച്ചിൻ ടെണ്ടുൽക്കർ വാല്യൂ ചെയ്യുന്ന എന്ത് കിട്ടണം? എക്സാക്റ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്യുന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ ഐ ഡി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാക്റ്റ് മാച്ച് കൊടുക്കുന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. Did not find Sir Tendulkar in match variation. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്താ പ്രശ്നം. ഇക്വേഷൻ ഓക്കെ, മാച്ചിൽ എന്ത് വന്നിട്ടില്ല? അല്ല, മാച്ചിൽ മൊത്തം ഏരിയ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നു, ഈ മാച്ചിൽ ആ ഏരിയ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഈ പ്ലെയറിൻ്റെ മൊത്തം ഏരിയ കറക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ശരി, ഞാൻ എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കറസ്പോണ്ടിങ് മാച്ച് ചെയ്ത ഇൻഡെക്സ്. ഓക്കെ, ഐ ഡി വാല്യൂ 39, 21, 81. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കൂടെ ഉണ്ടോ? 39, 21, 81 സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാച്ച് ചെയ്യാൻ, നമുക്ക് കറക്റ്റ് ഐ ഡി അറിയില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാച്ച് ആൻഡ് ഇൻഡെക്സ്, അല്ല ഇൻഡെക്സ് ആൻഡ് മാച്ച് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, സോർട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സെർച്ച് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡാറ്റ അനാലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരമാണ്, ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.